അടുത്ത റൗണ്ടിൽ ബി.ജെ.പി. ലീഡ് പിടിച്ചിരിക്കുന്നു. പിന്നെ പാലക്കാട് ബി.ജെ.പി. ലീഡ് 963, ബി.ജെ.പി. ലീഡ് 961. ഒന്ന് അന്വേഷിക്കാമോ? തിരിച്ചു വരുന്നു എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ഇത്ര പോരാ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ പിന്നെ മൂത്താൻതറ ഉൾപ്പെടുന്ന പ്രദേശം പിന്നിടുകയാണ് നിഷാദ്. യെസ്, കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിന്റെ 3-1 രാജ്യം ഇപ്പോഴും എത്തിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് ഈ ലീഡ് നിലകൊണ്ട് ബി.ജെ.പിക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. ഈ 963 വളരെ പെട്ടെന്ന് അദൃശ്യമായി പോകാനുള്ള സാധ്യതയാണ് ഇപ്പോഴും മുമ്പിലുള്ളത്. കാരണം ഈ ലീഡ് കൊണ്ട് കാര്യമില്ല. കാരണം ഈ ലീഡ് കൂട്ടി ഒരു 4000 വോട്ടിനെങ്കിലും ലീഡ് ഉണ്ടാക്കേണ്ട സമയത്തെ ആണ് നമ്മളിപ്പോ കാണുന്നത്. 963 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2314 വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്നു ബി.ജെ.പിക്ക്. നാലാം റൗണ്ടിൽ 2314 വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്നു ബി.ജെ.പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. 2316 അല്ല, അത് കഴിഞ്ഞപ്പോഴുള്ള ചിത്രമാണ് നമ്മൾ ഈ കാണുന്നത്. അതാണ് 963. 4ാം റൗണ്ട് പിന്നിട്ടപ്പോഴുള്ള ചിത്രമാണിത്. 4ാം റൗണ്ട് പിന്നിട്ടപ്പോൾ 963 മാത്രമാണ്. 2314 അടുത്ത റൗണ്ടിൽ അവർ അത് ഇരട്ടിയാക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4357. സി കൃഷ്ണകുമാർ തന്നെ മത്സരിപ്പ് കിട്ടിയ വോട്ടാണ് 4357. അവിടെയാണ് 1000 പോലും കടക്കാനാവാതെ ലീഡ് നിലയിൽ നിൽക്കുന്നത് ബി.ജെ.പി. പക്ഷെ തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ്. ആ ലീഡ് തിരിച്ചു പിടിച്ചു. പക്ഷെ ഇനിയും അവർക്ക് അവരുടെ ഏറ്റവും മികച്ച പെർഫോമൻസ് അവർ പുറത്തെടുത്ത, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും പുറത്തെടുത്ത ആ പെർഫോമൻസിനൊപ്പം എത്താൻ അവർക്ക് പറ്റുന്നേയില്ല. അതിന്റെ ഒരു അരികത്ത് മാത്രമാണ് നിൽക്കുന്നത് എന്നതാണ് വസ്തുത. അപ്പൊ അതുകൊണ്ട് തന്നെ ലീഡുണ്ട്. പക്ഷേ അസ്ലമിനെയോ സാജിദിനെയോ വേഗം തരൂ. എന്നാലും പാലക്കാട്ടെ ഈ കണക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഗതിമാറ്റത്തിന്റെ സൂചന തരാൻ സാധ്യതയുള്ള കണക്കാണോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ബി.ജെ.പിയെ സംബന്ധിച്ച് അവരുടെ സ്ട്രോങ് ഹോൾഡ് ഏരിയയിലേക്ക് വരുമ്പോൾ അവർക്ക് 3-1 വോട്ട് മാത്രമേ നിലനിർത്താൻ കഴിയുന്നുള്ളൂ എന്നതൊരു പ്രശ്നമുണ്ട്. ഇനി അങ്ങോട്ടാവട്ടെ ബി.ജെ.പിക്ക് സ്ട്രോങ് ഹോൾഡ് അവശേഷിക്കുന്നില്ല എന്ന പ്രശ്നമുണ്ട്. അതുകൊണ്ട് ബി.ജെ.പിയെ സംബന്ധിച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ പ്രയാസപ്പെട്ടേക്കുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. 963 വോട്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം, നിരന്തരമായി ലീഡ് നിലനിർത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് ഇടവേളയ്ക്ക് ശേഷം 963 വോട്ട് മാത്രമേ നിൽക്കാൻ. സാജിദ്, ഈ 963 കൊണ്ട് വല്ല കാര്യമുണ്ടോ ബി.ജെ.പിക്ക്? നിഷാദ്, ഈ ശക്തി കേന്ദ്രങ്ങളിൽ വലിയ ഇളക്കം തട്ടാതെ വോട്ട് പിടിച്ചു എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം 5ാം റൗണ്ടിൽ കഴിഞ്ഞ തവണ, അതായത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭിച്ചത് 5788 ആയിരുന്നു. അത് ഇത്തവണ 5703 ആണ്. എന്തായാലും അപ്പോഴും ഒരു 600-700 വോട്ടിന്റെ കുറവ് ആ സമയത്തും വരുന്നുണ്ട്. ഈ ശക്തി കേന്ദ്രങ്ങളിൽ ചെറിയൊരു ചലനം ഉണ്ടാക്കാനല്ല, അത് നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞു. ഇനി അടുത്ത വരുന്നത് ഈ യു.ഡി.എഫിനും അതുപോലെ തന്നെ ബി.ജെ.പിക്കും ഒരുപോലെ ശക്തി കേന്ദ്രങ്ങളായ സ്ഥലങ്ങളാണ്. അവിടെ സാജിദ് ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ പൂർത്തിയായത് 4ാം റൗണ്ടാണോ 5ാം റൗണ്ടാണോ? 5ാം റൗണ്ട് പൂർത്തിയാകുമ്പോഴാണ് ഇപ്പോഴുള്ള കണക്ക്. 5ാം എന്ന് വെച്ചാൽ സാജിദ്, മൂത്താൻതറയിലും ബി.ജെ.പിക്ക് വോട്ട് ചോർന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായും അവിടെ ഈ പോളിംഗ് വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാൾ ഒരു 600 വോട്ടിന്റെ കുറവാണ് 5ാം റൗണ്ടിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ 2ാം റൗണ്ടിലൊക്കെ ലഭിച്ചതുപോലെ ഒന്നിച്ച് യു.ഡി.എഫിലേക്ക് പോയിട്ടില്ല. പകരം ഒരു ചെറിയ രീതിയിൽ മാത്രമാണ് അവിടെ എങ്കിലും ഈ 5ാം റൗണ്ടിൽ ഒരു 600 വോട്ടോളം ബി.ജെ.പിക്ക് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ കുറവ് വന്നിട്ടുണ്ട്. സരിന് അവിടെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞോ? ഏതെങ്കിലും ചെറിയ അളവിലെങ്കിലും സരിന്റെ വോട്ട് വിഹിതം, ഈ സരിന് 5ാം റൗണ്ടിൽ കഴിഞ്ഞ തവണ എൽ.ഡി.എഫിന് ലഭിച്ചത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 1347 ആണ്. അത് 1359 എന്നുള്ള വളരെ നേരിയ ഒരു സംഖ്യ മാത്രമാണ് അവിടെ സരിന് നേടാനായത്. ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിലേക്ക് പോയ എൽ.ഡി.എഫ് വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ എ വിജയരാഘവനും സരിനും കഴിയുന്നുണ്ട് എന്നത് മാത്രമാണ് ശ്രദ്ധേയം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പോ ഈ കാണുന്ന ചാഞ്ചാട്ടത്തിൽ ഒന്നും നോക്കേണ്ടതില്ല. നഗരസഭയിൽ 8ാം റൗണ്ട് എണ്ണിക്കഴിയുമ്പോൾ ഒരു 7000-8000 വോട്ടിന് സി കൃഷ്ണകുമാർ ലീഡ് ചെയ്താൽ പോലും അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയില്ല. 10,000 വോട്ടിന് മേലെ യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയപഥമേറാനുള്ള സാധ്യത ഇതാ കൂടുതൽ തെളിഞ്ഞു വരുന്നു എന്ന് തന്നെയാണ്. ചേലക്കരയിലാവട്ടെ 7598 വോട്ടിന്റെ ലീഡ് തുടരുന്നു. ആദ്യത്തെ 15 വോട്ടിൽ തുടങ്ങിയ ലീഡ് ഇപ്പോൾ 7598 വോട്ടിൽ ഇളക്കമില്ലാതെ നിലനിർത്തിയിരിക്കുകയാണ്. ചേലക്കരയിൽ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി UR പ്രദീപ്. പാലക്കാട് 963 വോട്ടിന് ബി.ജെ.പി ലീഡ് ചെയ്യുന്നത് ബി.ജെ.പിയുടെ ഒരു മുന്നേറ്റമായിട്ട് കാണാൻ കഴിയുകയുമില്ല എന്നതാണ്. എന്തായാലും ഇതാണ് നമ്മൾ കാണുന്ന പാലക്കാടെയും ചേലക്കരയിലെയും ചിത്രം. വയനാട്ടിൽ 1 ലക്ഷത്തിലധികം വോട്ടിന് സ്വാഭാവികമായിട്ടും
പ്രിയങ്ക ഗാന്ധി അവിടെ ലീഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ പാലക്കാട് BJP-യുടെ ഒരു തകർച്ചയുടെ, തളർച്ചയുടെ, വീഴ്ചയുടെ, പതനത്തിന്റെ, ആഘാതത്തിന്റെ കാഴ്ചയാണ്. അവിടെ കാണേണ്ട ഒരു കാര്യമുണ്ട് നിഷാദ്. ഇപ്പൊ പ്രചാരണ രംഗത്ത് LDF UDF മത്സരമായിരുന്നു നമ്മൾ കണ്ടത്, നമ്മളെല്ലാവരും വിലയിരുത്തിയതാണ്. BJP അടിത്തട്ടിൽ നിശബ്ദമായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ കോർ വോട്ടുകൾ ശക്തിപ്പെടുത്തുകയും തിരിച്ചു അത് വന്നാൽ തന്നെ മാത്രമല്ല അവർക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്ന വോട്ടുകൾ പരമാവധി പിടിച്ചെടുക്കുകയും കൂടി ചെയ്ത, പ്രത്യേകിച്ച് ഈ മുനമ്പോക്ക് പറഞ്ഞ് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ വലിയ മുന്നേറ്റം അവരുണ്ടാക്കും എന്ന ആ തോന്നൽ പൂർണ്ണമായും തെറ്റായിരുന്നു എന്ന് തെളിയിക്കുകയാണ്. അതായത് അടിത്തട്ടിൽ അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ പാലക്കാട്ടെ BJP-യിലെ വിഭാഗീയത കൂടിയാണ് നമ്മൾ ഈ ടാലിയിൽ കാണുന്നത്. ഈ രാമേശ്വരത്ത് ടൂറിന് പോകുന്ന, തെരഞ്ഞെടുപ്പ് ദിവസം ടൂറിന് പോകുന്ന BJP-ക്കാർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വിഭാഗീയത എത്ര ആഴത്തിലുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എൻ ബ്ലോക്ക് ആയിട്ട് വോട്ട് UDF-ലേക്ക് പോയിട്ടുണ്ടാവുമോ? വോട്ട് ഒന്ന് പോൾ ചെയ്യപ്പെട്ടിട്ടില്ല. 5% വോട്ടെങ്കിലും പോൾ ചെയ്യപ്പെട്ടില്ല. 5% എന്ന് പറഞ്ഞാൽ ചെറിയ വോട്ടല്ല, അത്രയും വോട്ട് പോൾ ചെയ്യപ്പെട്ടില്ല എന്നുള്ളത് BJP സംബന്ധിച്ച് വലിയ തിരിച്ചടി. ആ വോട്ട് പോൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട 3 തരത്തിലുള്ള പ്രചാരണമാണ് BJP നടത്തിയത്. ഒന്ന്, അവരുടെ വോട്ടുകൾ പോൾ ചെയ്യിപ്പിക്കുക. 2, വർഗീയ പ്രചാരണം, മുനമ്പം പോലുള്ള വിഷയങ്ങൾ പ്രചരിപ്പിക്കുക. 3, ഞങ്ങൾ ജയിക്കാൻ പോവുകയാണെന്ന പ്രതീതി വോട്ടർമാരിൽ സൃഷ്ടിക്കുക. ഈ 3 തരത്തിലുള്ള പ്രചാരണം RSS BJP നടത്തിയത്. പക്ഷേ അത് ഫലം കാണുന്നില്ല. അജിംസ് അവിടെ പോയ ഘട്ടത്തിൽ അജിംസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ് BJP-ക്കുള്ളിൽ ഈ ആ ഒരു റിഫ്റ്റും ആ ഒരു സംഗതി പ്രകടമായിരുന്നു, അതോ അത് മറച്ചു വയ്ക്കുന്നതിലാണോ അവർ വിജയിച്ചത്? അത് അവർക്ക് മറച്ചു വെക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒന്ന്, സന്ദീപ് വാര്യർ പുറത്തു വന്നതോടുകൂടി അവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്ന തോന്നൽ പാലക്കാട്ട് വോട്ടർമാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. BJP-യിൽ പ്രശ്നമുണ്ട്. സന്ദീപ് വാര്യർ അല്ലെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരാൾ കോൺഗ്രസിലേക്ക് പോവുക എന്നുള്ളത് BJP-ക്കാരെ സംബന്ധിച്ച് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഒരാൾ കോൺഗ്രസിലേക്ക് പോകുക എന്നുള്ളത് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. അപ്പോൾ അവിടെ പ്രശ്നമുണ്ട് എന്ന് ഈ പ്രശ്നത്തെക്കുറിച്ച് അറിയാത്ത BJP വോട്ടർമാർക്ക് പോലും മനസ്സിലായി. അത് വലിയ തിരിച്ചടിയായി മാറി. സന്ദീപ് വാര്യരുടെ കൂടെ വന്ന വോട്ടുകൾ ആയിരിക്കും അങ്ങനെ കണക്കാക്കാൻ. സന്ദീപ് വാര്യർ അങ്ങനെ ഒരു വോട്ടും കൊണ്ടുവന്നു എന്നല്ല മനസ്സിലാക്കേണ്ടത്, വേറൊരു ഫീൽ ഉണ്ടാക്കി. അതായത് ഇതിനകത്ത് പ്രശ്നമുണ്ട്. BJP പറയുന്ന പോലെ അങ്ങനെ വലിയ കേഡർ പാർട്ടി ഒന്നുമല്ല, അതിനുള്ളിൽ ആളുകൾ അമർഷം പുകയുന്നുണ്ട് എന്ന തോന്നൽ ഈ അമർഷത്തെ കുറിച്ച് സ്വകാര്യ ലാഭങ്ങളാണ് എന്നുള്ള പ്രശ്നം. വോട്ടുകൾക്കുള്ളിൽ വാര്യർക്ക് ഒരു സാധ്യത, ഒരു ഇളക്കമുണ്ടാക്കാൻ അത് ഈ 5-ആം റൗണ്ടിലാണ് നമുക്ക് മനസ്സിലാവും. അല്ലെ, 5-ആം റൗണ്ടിൽ 5-ആം റൗണ്ട് കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് 963 എന്ന 1000-ൽ താഴെയുള്ള വോട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും ഒരു ലീഡ് എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത തരത്തിലുള്ള ലജ്ജിപ്പിക്കുന്ന ഒരു ലീഡിലേക്ക് BJP പോയിരിക്കുന്നത്. അതിൽ 2900 വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് 963 വോട്ടിന്റെ ലീഡ് മാത്രമാണ് BJPക്ക് ഇപ്പം നിലനിർത്താൻ കഴിയുന്നത്. അതേസമയം ചേലക്കരയിൽ 7598 വോട്ടിന്റെ ലീഡ് LDF അവിടെ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്.